ഫൈൻ ബിൽഡേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാനുള്ളത് തിരുവനന്തപുരം പ്രാവച്ചമ്പലം മച്ചയിലിനടുത്ത് 8 വീടുകൾ സ്ഥിതി ചെയ്യുന്ന ഒരു വില്ല കമ്മ്യൂണിറ്റിയിലാണ്. ഇവിടെ നിന്ന് മലയങ്കിഴി ജംഗ്ഷനിലേക്ക് 2.5 കിലോമീറ്ററും തിരുവനന്തപുരം സെൻട്രലിലേക്ക് 14 കിലോമീറ്ററാണ് ദൂരം വരുന്നത്. ഇവിടെ 4 സെന്റിൽ 1000 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമുകൾ ഉൾപ്പെടുത്തി നിർമ്മിച്ചിരിക്കുന്ന വീടിന് ചോദിക്കുന്ന വില 45 ലക്ഷം രൂപയാണ്. നമുക്കിനി വീടിന്റെ കാഴ്ചകൾ കണ്ടുവരാം. GI സ്ക്വയർ ട്യൂബിൽ ഒരു വൈറ്റ് ആൻഡ് ബ്രൗൺ കളർ നൽകിക്കൊണ്ടാണ് ഇവിടുത്തെ ഗേറ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. അതിലൊക്കെ തന്നെ CNC കട്ടിംഗ് ഒക്കെ നൽകിയിട്ടുണ്ട്. നമുക്കിനി കോമ്പൗണ്ടിന്റെ ഉള്ളിലേക്ക് വരുമ്പോൾ മുറ്റം മുഴുവനും നമുക്ക് ഇന്റർലോക്കാണ് നൽകിയിട്ടുള്ളത്. ഈ ഭാഗത്തായിട്ടാണ് ഇവിടെ കിണറിന്റെ സ്ഥാനം വരുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് വാട്ടർ കണക്ഷനും അവൈലബിൾ ആണ്. കോമ്പൗണ്ടിന്റെ ഉള്ളിൽ തന്നെ 2 വലിയ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് അവൈലബിൾ ആണ്. ഇവിടെ ആയിട്ട് വരുമ്പോഴേക്കും ഒരു വലിയൊരു ഫ്രഞ്ച് വിൻഡോ നൽകിയിട്ടുണ്ട്. അതിന്റെ അടുത്തായി തന്നെ ഒരു 2-വേ ലൈറ്റ് ഒക്കെ നൽകിയിട്ടുണ്ട്. ഇനി നമ്മൾ സിറ്റ് ഔട്ടിലേക്ക് വരുമ്പോൾ സ്റ്റെപ്പ് ഗ്രാനൈറ്റ് ആണ് നൽകിയിരിക്കുന്നത്. സിറ്റ് ഔട്ടിലേക്ക് വരുമ്പോൾ 4x2ന്റെ വെട്രിഫൈഡ് ടെയിലാണ് സിറ്റ് ഔട്ടിന് നൽകിയിരിക്കുന്നത്. ഇവിടെ ആയിട്ട് ഒരു വുഡൻ പാറ്റേണിലുള്ള ക്ലാഡിംഗ് നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആ തൂണിലും നൽകിയിട്ടുണ്ട്. ഇവിടെ ആയിട്ട് ഒരു സിംഗിൾ പാളി ജനലാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഒരു ഫാൻസി ലൈറ്റ് നൽകിയിട്ടുണ്ട്. ഇനി നമുക്ക് മെയിൻ ഡോറിലേക്ക് വരുമ്പോൾ ഒരു 2 ഭാഗത്തേക്കും തുറക്കാൻ പറ്റുന്ന ടൈപ്പ് മെയിൻ ഡോറാണ് നൽകിയിട്ടുള്ളത്. അതൊക്കെയും പ്ലാവിലാണ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി വീടിന്റെ ഉള്ളിലെ കാഴ്ചകൾ കണ്ടു. നമുക്കിനി വീടിന്റെ ഉള്ളിലേക്ക് വരുമ്പോൾ 4x2ന്റെ വെട്രിഫൈഡ് ടെയിലാണ് ഫ്ലോറിന് നൽകിയിട്ടുള്ളത്. 13x13 ലിവിങ്ങിന്റെ സൈസ് വരുന്നത്. നമുക്ക് ഇവിടെ ആയിട്ട് ഒരു 4 പാളിയുടെ ഒരു വിൻഡോ നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഫോൾ സീലിംഗ് വർക്ക് കാണാം. അതിലൊക്കെ തന്നെ സ്പോട്ട് ലൈറ്റ് ഒക്കെ നൽകിയിട്ടുണ്ട്. ഇവിടെ ആയിട്ടാണ് TV യൂണിറ്റിന്റെ സ്ഥാനം വരുന്നത്. ലാമിനേഷൻ ബോർഡിലാണ് TV യൂണിറ്റ് നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ WPCയുടെ ഒരു പാനലിംഗ് TV യൂണിറ്റിന്റെ പുറകിൽ നൽകിയിട്ടുണ്ട്. അതിലൊക്കെ തന്നെ പ്രൊഫൈൽ ലൈറ്റും സ്പോട്ട് ലൈറ്റ് ഒക്കെ തന്നെ നൽകിയിട്ടുണ്ട്. ലിവിംഗ് ഏരിയയും ഡൈനിങ് ഏരിയയും സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് ഇവിടെ ഒരു പാർട്ടീഷൻ നമുക്ക് കാണാൻ കഴിയും. ഒരുപാട് സ്റ്റോറേജ് ഒക്കെ നൽകിയിട്ടുണ്ട്. ലാമിനേഷൻ ബോർഡിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. അവിടെ നിന്ന് വരുമ്പോഴേക്കും നമുക്ക് ഡൈനിങ്ങിലോട്ടാണ് വരുന്നത്. ഡൈനിങ്ങിന്റെ സൈസ് വരുന്നത് 13x8 ഡൈനിങ്ങിന്റെ സൈസ് വരുന്നത്. ഈ ഭാഗത്തായിട്ടാണ് നമുക്കൊരു വാഷിംഗ് യൂണിറ്റ് വരുന്നത്. സെറയാണ് ബ്രാൻഡ് വരുന്നത്. ഈ ഭാഗത്തായിട്ട് സ്റ്റോറേജ് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ലൈറ്റിംഗ് ഉള്ള ഒരു മിററും ടവൽ റാഡും ഒക്കെ നൽകിയിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ടും ഫോൾ സീലിംഗ് വർക്ക് കാണാം. അതിലൊക്കെ തന്നെ സ്പോട്ട് ലൈറ്റ് ഒക്കെ നൽകിയിട്ടുണ്ട്. ഡൈനിങ്ങിനോട് ചേർന്ന് തന്നെയാണ് കിച്ചന്റെ സ്ഥാനം വരുന്നത്. കിച്ചണിലേക്ക് വരുമ്പോൾ ഒരു ഓപ്പൺ കിച്ചൺ ആണ് നൽകിയിരിക്കുന്നത്. ഇവിടെ ആയിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ കാണാം. അതിലൊരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ ഫ്ലോർ വരുമ്പോൾ 4x2ന്റെ ആന്റി സ്കിഡിംഗ് ടെയിലാണ് ഫ്ലോറിന് നൽകിയിരിക്കുന്നത്. ഈ ഒരു ബൗൾ വരുമ്പോൾ നമുക്കൊരു 4x2ന്റെ തന്നെ വെട്രിഫൈഡ് ടെയിൽ നൽകിയിട്ടുണ്ട്. ഇതിന്റെ കിച്ചൺ ടോപ്പ് വരുമ്പോൾ നാനോ വൈറ്റ് ആണ് നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇവിടെ ആയിട്ട് സിങ്കും സിങ്കോക്കൊക്കെ നൽകിയിട്ടുണ്ട്. ഇവിടെ മൊത്തത്തിൽ സ്റ്റോറേജ് സ്പേസ് ഒരുപാട് നൽകിയാണ് ചെയ്തിരിക്കുന്നത്. താഴെയും മേളിലും ഒക്കെ സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് ഫോൾ സീലിംഗ് വർക്ക് കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ടാണ് നമുക്ക് ഫ്രിഡ്ജിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് നൽകിയിരിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ഈ വീട്ടിൽ 3 ബെഡ്റൂമുകളാണുള്ളത്. അതിൽ 1ാമത്തെ ബെഡ്റൂമിലേക്ക് വരുമ്പോൾ ഇവിടെയും 4x2ന്റെ വെട്രിഫൈഡ് ടെയിലാണ് ഫ്ലോറിന് നൽകിയിരിക്കുന്നത്. 12x10 ഈ റൂമിന്റെ സൈസ് വരുന്നത്. നമുക്ക് ഈ ഭാഗത്തായിട്ട് ഒരു AC-യുടെ പോയിന്റ് നൽകിയിട്ടുണ്ട്. ഇവിടെ ആയിട്ട് വലിയൊരു വിൻഡോ ആണ് നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ലാമിനേഷൻ ബോർഡിൽ ചെയ്ത ഒരു 2 പാളിയുടെ ഒരു വാർഡ്രോബ് നൽകിയിട്ടുണ്ട്. അതിന്റെ തൊട്ടടുത്തായിട്ട് ഒരു മേക്കപ്പ് സ്റ്റാൻഡ് നൽകിയിട്ടുണ്ട്. നമുക്കിനി ഈ റൂമിലെ വാഷ്റൂമിലേക്ക് വരുമ്പോൾ ഫ്ലോറിന് നൽകിയിരിക്കുന്നത് 2x2ന്റെ ആന്റി സ്കിഡിംഗ് ടെയിലാണ്. ബാത്റൂം ഫിറ്റിംഗ്സ് ആയിട്ട് ഇതിൽ നൽകിയിരിക്കുന്നത് കോഴ്സയും സെറയുമാണ്. അതോടൊപ്പം തന്നെ നമുക്കൊരു ഹീറ്ററിന്റെ പോയിന്റും നൽകിയിട്ടുണ്ട്. ഇതേ രീതിയിൽ തന്നെയാണ് ഈ വീട്ടിലെ എല്ലാ വാഷ്റൂമുകളും ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ വീട്ടിലെ 2ാമത്തെ ബെഡ്റൂമിലേക്ക് വരുമ്പോൾ ഇവിടെയും 4x2ന്റെ വെട്രിഫൈഡ് ടെയിലാണ് ഫ്ലോറിന് നൽകിയിരിക്കുന്നത്. 12x10 ഈ റൂമിന്റെ സൈസ് വരുന്നത്. ഇവിടെ നമുക്കൊരു AC-യുടെ പോയിന്റ് നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു 4 പാളിയുടെ ഒരു വിൻഡോ നൽകിയിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ടാണ് 2 പാളിയുടെ ഒരു വാർഡ്രോബ് നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അതിന്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഒരു മേക്കപ്പ് സ്റ്റാൻഡ് നൽകിയിട്ടുണ്ട്. നമുക്കിനി ഇവിടുത്തെ 3ാമത്തെ ബെഡ്റൂമിലേക്ക് വരാം. ഇവിടെയും 4x2ന്റെ വെട്രിഫൈഡ് ടെയിൽ തന്നെയാണ് ഫ്ലോറിന് നൽകിയിരിക്കുന്നത്. 12x10 തന്നെയാണ് ഈ റൂമിന്റെ സൈസ് വരുന്നത്. ഇവിടെയും AC-യുടെ ഒരു പോയിന്റ് നൽകിയിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ട് ഒരു 3 പാളിയുടെ വിൻഡോ നൽകിയിട്ടുണ്ട്. ഇവിടെ ആയിട്ടാണ് ഒരു 2 പാളിയുടെ ഒരു വാർഡ്രോബ് നൽകിയിട്ടുണ്ട്. അതിനോട് ചേർന്ന് തന്നെയാണ് ഒരു മേക്കപ്പ് സ്റ്റാൻഡ് നൽകിയിരിക്കുന്നത്. വീടിന്റെ ഡീറ്റെയിൽസ് ഒന്നുകൂടെ പറയാം. 4 സെന്റിൽ 1000 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമുകൾ ഉൾപ്പെടുത്തി നിർമ്മിച്ചിരിക്കുന്ന ഈ വീടിന് ചോദിക്കുന്ന വില 45 ലക്ഷം രൂപയാണ്. വില ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ്. ഈ വീടിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും സൈറ്റ് വിസിറ്റ് ചെയ്യുന്നതിനുമായി വീഡിയോയിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഇതുപോലുള്ള പുതിയ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി കാണാം. താങ്ക്